കോഴിക്കോട് പിലാശ്ശേരി ഉത്സവ കമ്മിറ്റി ഭാരവാഹി മർദ്ദനമേറ്റി മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ബൈക്ക് കത്തിച്ചു. പിലാശ്ശേരി സ്വദേശി ബാബുവാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഉത്സവ പിറ്റേന്ന് പുലർച്ചെ ബാബുവിനെ ഉത്സവ സ്ഥലത്ത് വെച്ച് ബന്ധുവും മറ്റൊരാളും ചേർന്ന് മർദ്ദിച്ചെന്നാണ് ആരോപണം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കുന്നമംഗലം പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ബൈക്ക് അജ്ഞാതർ കത്തിച്ചത്. അനീസ് അലിയുടെ വിവരങ്ങൾ നൽകാനായി. അനീസ് അലി, എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? ഈ പ്രതിയെപ്പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ജിന, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പിലാശ്ശേരിയിൽ ക്ഷേത്രോത്സവം ഉണ്ടായത്. ഈ ഉത്സവത്തിന്റെ ഭാരവാഹിയായിരുന്ന ബാബു എന്നയാളാണ് മരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ക്രൂരമായ മർദ്ദനമേറ്റ നിലയിലാണ് അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രി റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അതേസമയം പോലീസ് ഈ ഒരു വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ അത് കൊലപാതകമോ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കുകയുള്ളൂ. നിലവിൽ അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉത്സവം കഴിഞ്ഞതിന് ശേഷം പുലർച്ചെ ഇദ്ദേഹത്തെ, ഈ ബാബുവിനെ, രണ്ടുപേർ റോഡിലേക്ക്, അതായത് ഉത്സവ ക്ഷേത്ര സ്ഥലത്ത് നിന്ന് രണ്ടുപേർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ്. ഇതിൽ ഒരാൾ ഇദ്ദേഹത്തിന്റെ ബന്ധുവാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് നിലവിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുകയോ സംശയിക്കുന്നയാളുടെ ബൈക്കാണ് അജ്ഞാതർ കത്തിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അനീസ് അലിയാണ് വിവരങ്ങൾ.